പക്ഷേ ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാരണം 3 കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പോകുന്ന അഭിലാഷേട്ടൻ കുടുംബം നോക്കാനുള്ള അതൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊരു ഫേക്ക് ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് കൊതുക് കൊത്തിയവൻ, എന്താ പറയുക, താന്നോന്നി, ബംഗാളി, അങ്ങനെയൊക്കെ പറഞ്ഞേ നമ്മളറിയില്ലാത്ത ഏതൊക്കെ ഒരു പേരിൽ ഫേക്കിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിനോദേട്ടനാണ് ഈ ചോദിക്കുക എന്താണ് ചേട്ടാ എങ്ങനെയെന്ന് ഒരു ചോദിക്കുക, അവരോട് പേഴ്സണലായിട്ട് ചോദിക്കുക. ഇത് ഫേക്ക് ഐഡിയ എന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അലൻ ജോസ് പെരേരയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് കോമഡി കാണിക്കുന്നുണ്ട്. അറിയാമല്ലോ, ഞാൻ നോട്ടീസിൻ്റെ വിതരണമാണ് എനിക്ക് ടൗണിൽ. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളിൽ കൂടെ പരസ്യം കൊടുക്കുക, കോളേജ്, സ്കൂള്, കടകളുടെയൊക്കെ പരസ്യമല്ലേ നമ്മൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു അലീക്കായ ഉണ്ട്, നോട്ടീസ് ഉറക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന അലീക്കായ ഉണ്ട്. ആ അലീക്കായ ഞാനും ആണ് ഈ സംഭവം ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുമേഷ് കുട്ട്ലക്ക്, കോമഡി ഉത്സവത്തിലെ അറിയുമല്ലോ, എൻ്റെ ഒരു ഗുരു തന്നെയാണ് സുമേഷ് കുട്ട്ലക്ക്. അപ്പോൾ സുമേഷ് കുട്ട്ലക്കും നമ്മുടെ മറ്റൊരു സുഹൃത്തില്ല മാഹിൻ മോറ്റ സിംഗർ എൻ്റെ കൂടെയുള്ള കുട്ട്ലക്ക് വിഷൻ്റെ. അപ്പോൾ ഈ മാഹിനും സുമേഷുമാണ് എനിക്ക് ഈ പോസ്റ്റ് ഇട്ട് തന്നെ. എൻ്റെ അടുത്ത് സുമേഷ് ചോദിക്കുകയാണ് എന്തിനാണ് അഭിലാഷ ഇതൊക്കെ കേൾക്കാനാണ് നീ നടക്കണേന്ന്. അപ്പോൾ ഇവർ എന്താണ് ഞാൻ കണ്ടില്ലോ, എടാ നിന്നെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. ഇവർ അല്ലടാ ഒരിക്കലും സത്യമില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടുവാണെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ താഴെ എന്ത് വേണമെങ്കിലും എനിക്ക് എഴുതിയിടാം, ആണോ ഇല്ലയോ? എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ലേ? ഇതുപോലൊരു ഫേക്ക് ഐ ഡി എന്ന് ചെയ്താണ്. ആറാട്ടണ്ണൻ്റെ ലോകം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായത്. അതിൽ കുറച്ച് പേര് നല്ലവരുണ്ട് കേട്ടോ, കുറച്ച് കൂട്ടുകാർ നല്ലവരുണ്ട്. ഇത് ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വേറെ ഫേക്ക് ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് സംശയമുണ്ട്. കാരണം ഞങ്ങൾ ഇന്നാളുടെ പ്രസ് മീറ്റ് നടത്തിയായിരുന്നു ആറാട്ടണ്ണൻ്റെ വീട്ടിൽ വെച്ച്. അപ്പോൾ ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൂടെ ഏതൊരു ട്രാൻസ് ഒരു കേസ് കൊടുത്തില്ലേ, ആ ട്രാൻസിനെ വീണ്ടും ആഡ് ചെയ്ത് അവരെ കൊണ്ട് വീണ്ടും ആറാട്ടണ്ണനെ മോശം പറയിപ്പിക്കുന്ന രീതിയൊക്കെ വന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ കളിയാണ് ഞങ്ങളെപ്പോലുള്ളവരെ നശിപ്പിക്കുക. അതുപോലെ പെരേരെ എന്നെ കൂടെ കൂടി ഒരു പെണ്ണും ആണുമായിട്ട് വന്നൊരു സംഭവം കണ്ടായിരുന്നു. പെരേരെ പെണ്ണ് ഞാൻ ആണായിട്ട് വന്നൊരു സംഭവം കണ്ടായിരുന്നു, കണ്ടില്ലേ? എൻ്റെ പിന്നെ അത് ട്രോളാ, ഓക്കെ. പക്ഷേ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു ഭാവിയുള്ളതാണ്. ഇതിങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് ചിരിക്കാനൊക്കെ തോന്നുന്നു, ഇങ്ങനെ ചിലവരെടുത്തിടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് ആണല്ലോ. മാഷ എൻ്റെ സുഹൃത്താണ്, ഈ മാഷ എടുത്തിട്ട് അഭിലാഷം നാണാവില്ല എന്ന് ചോദിക്കുമ്പോഴാണ് സത്യം പറഞ്ഞത് ഇതിനെ നമ്മളത് അയ്യോ ഒരു ട്രോള് വന്നല്ലോ എന്നുള്ള സന്തോഷമായിരിക്കും. പക്ഷേ ഇത് സങ്കടം വരുന്നത് നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ കാണിക്കുമ്പോഴാണ്. ഈ പോസ്റ്റ് വന്നപ്പോൾ എൻ്റെ പല കൂട്ടുകാരും സുഹൃത്തുക്കളും ഇവരല്ല സുമേഷ് കുട്ട്ലക്ക്, മാഹിൻ മോറ്റ ഇവരൊക്കെ കണ്ടപ്പോഴും അതുപോലെ എൻ്റെ സ്വന്തക്കാരൊക്കെ ഈ സംഭവം കണ്ടു. വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലുള്ള പയ്യന്മാരൊക്കെ ഇത് കണ്ടു. ചേട്ടാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പുഷ്പ എന്ന് പറയുന്ന സംഭവം ഞാൻ ചെയ്ത് ഓർക്കണ്ടോ? പുഷ്പ അനൂപ് ആക്ഷൻ ബ്ലോഗിൽ പുഷ്പ എന്ന് പറയുന്ന നമ്മുടെ അനൂപ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഇതിൽ ചെയ്തപ്പോൾ 10,000 തെറി വന്നു. തെറി വന്നപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില മോശപ്പെട്ട തെറിക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്, ഫീൽ ചെയ്യണ തെറി. ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോമഡി ഉത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ അഭിലാഷ് ഷാട്ടായി എന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം അവർ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ എൻ്റെ മുടി വെട്ടി കാര്യം ഞാൻ പറയല്ലോ, സുമേഷ് കുട്ട്ലക്ക് പറഞ്ഞ മുടി വെട്ടി. എൻ്റെ നല്ല സുഹൃത്താണ്, എന്നെ മിമിക്രി പഠിപ്പിച്ചൊരു ഗുരു ആയതുകൊണ്ടാണ് അവൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെട്ടിയപ്പോഴും ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാറല്ലോ. ഈ മുടി വെട്ടിയപ്പോൾ കുറച്ച് പേരെന്നെ തെറിവിളി നിർത്തി. ഒരു ചേട്ടൻ പറഞ്ഞു ഇനി അഭിലാഷിനെ തെറി വിളിക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. നല്ലത് ചെയ്യുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്തസ്സായിട്ട് ജോലി എടുത്ത്. കാരണം എന്ന് വെച്ചാൽ വ്യാഴവും വെള്ളിക്ക് സിനിമ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെങ്കിലും സിനിമയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ മിമിക്രിയുടെ പരിപാടി, പാട്ട് പരിപാടി. പിന്നെ ഞാൻ ചാരിറ്റിയുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചാരിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ കമൻസൊക്കെ മോശമായിട്ട് ഇടാറുണ്ട്, പിരിവുകാരൻ എന്ന് പറഞ്ഞ് ഇടാറുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്ത്, നമ്മുടെ വീട്ടിലൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിലും കഷ്ടമായിട്ട് തെണ്ടും. എനിക്കറിയുന്നൊരു ചേച്ചിക്ക് വേണ്ടി ഞാനൊരു കുറച്ച് പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കമൻസൊക്കെ വരുമെന്ന് പറയുമ്പോൾ അഭിലാഷ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തതാണ്, അല്ലാണ്ട് ഞാനിപ്പോൾ എന്നാ മോനെ ചെയ്യേണ്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഇനി ഞാൻ കടകളിലൊന്നും കയറുന്നില്ല, ചേച്ചി സൗണ്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് അവർ തന്നാലും തന്നില്ലെങ്കിലും ചിലപ്പോൾ 10 രൂപയുടെ കാശ് പോലും അവർ തരില്ലായിരിക്കും. പക്ഷേ എന്താ പറയണേ, എന്നെ കാണുമ്പോൾ മോശമാക്കി വിടും. അവരുടെ നമ്പർ വാങ്ങി വയ്ക്കും, ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞ് അവർ വെച്ചിട്ട് അവർ നമ്മളെ പറഞ്ഞു വിടും. അപ്പം ഞാൻ തിലകൻ കലാപ്രതിഭാ പുരസ്കാരം കിട്ടിയത് എന്താ കാരണം എന്ന് പറയുക, ചിലർ കളിയാക്കി ഞാൻ ഈ ചാരിറ്റിയുടെ പ്രോഗ്രാം ചെയ്തതുകൊണ്ടാണ്. 1 കോടിയിൽ വന്നതുകൊണ്ടാണ്, മാസ്റ്റർ മനാഫാദിനാടിൻ്റെ കോളനിയിൽ വന്നതുകൊണ്ടാണ്, ഈ ചാരിറ്റിയുടെ പരിപാടി ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇതുപോലെ കമൻറ്റ് ഇടുന്നവരൊരു കാര്യം മനസ്സിലായി, നമുക്ക് കുടുംബമുള്ളതാണ്, ഈ കമൻറ്റ് ഇടുന്ന ആൾക്കും കുടുംബമുള്ളതാണ് അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇട്ട വ്യക്തി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കാൻ പാടില്ല. പക്ഷേ ആണോ ഇല്ലയോ, നേരിട്ട് വന്ന് ചോദിക്കാമല്ലോ, ആണോ ഇല്ലയോ? പക്ഷേ ഈ പുള്ളി വന്നിട്ട് വേറെ കണ്ണൂരുകാരെന്നാണ് ഐഡിയ വന്നിരിക്കുന്നത്. ഈ കണ്ണൂരുകാരെന്ന രീതിയിൽ ഐഡിയ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അല്ല എൻ്റെ പേര് വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ക്രിയേറ്റ് ചെയ്യുന്നവരെ ഒന്ന് മനസ്സിലാക്കുക, ഇത് വിശ്വസിക്കുന്ന ആൾക്കാരൊന്ന് മനസ്സിലായി, ഇതൊരു വെറും ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കുടുംബമായിട്ട് നല്ല രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. ചെറിയൊരു കുടുംബമാണ്, സന്തോഷമായിട്ട് പോവുകയാണ്. എൻ്റെ ജീവിത ലക്ഷ്യം സിനിമയാണ്, അത് നടക്കട്ടെ. നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാതനകൾ സഹിക്കുന്നത്. എന്തായാലും ഞങ്ങളെപ്പോലുള്ള അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ഞാൻ, അഭിലാഷ് ഷാട്ടായെന്ന ഞങ്ങൾ ഉപദ്രവിക്കരുത്.
എനിക്ക് അതേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. നിങ്ങളിതുപോലത്തെ പോസ്റ്റ് ഇടുമ്പോൾ കുറേ കുടുംബങ്ങളൊക്കെയാണ് തകർന്നു പോകണത്. കുറേ കുടുംബങ്ങൾ കണ്ണീരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇത്. കാരണം എന്താണ് ഇങ്ങനെ അല്ലേ, എന്നെ തെറ്റിദ്ധരിക്കും അഭിലാഷ് ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഒരു നല്ല അഭിപ്രായം കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോൾ കണ്ണീരോടെ തന്നെയാണ് ഇത് പറയുന്നത്. ഈ പോസ്റ്റ് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, പക്ഷേ എനിക്ക് കണ്ണീര് തന്നെയാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതുപോലത്തെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. തമാശയ്ക്ക് പല കാര്യങ്ങളും എഴുതാം, ചിലവർ തെറി വിളിക്കുന്നുണ്ട്, മോശമായ കമൻ്റ് ഇടുന്നത്, അതൊക്കെ വ്യക്തിപരമായ കാര്യമായിരിക്കും. പക്ഷേ ഇത് ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ളവരെ കലാകാരന്മാർ വെറുതെ വിടും.